السلام عليكم ورحمة الله. الحمد لله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹുവേ അനുഗ്രഹിക്കണം. വിവാഹമോചനം ചെയ്ത് വേറെ വിവാഹം കഴിച്ചു ആ സ്ത്രീ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു ആദ്യത്തെ ഭാര്യയെ തിരിച്ചെടുക്കണം. ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ ആ വിവാഹം നടന്നു. ഇപ്പോൾ ആ സ്ത്രീ ആവശ്യപ്പെടുന്നു, അവർ തമ്മിൽ സെറ്റാകുന്നില്ല. പഴയ പിണക്കങ്ങളും മറ്റുമൊക്കെ വീണ്ടും വീണ്ടും തികട്ടി വരികയായിരുന്നു. ഒന്നുകൂടി പറഞ്ഞ് അവരെ നേരെയാക്കണം. അൽഹംദുലില്ലാ, വിശാല മനസ്കതയുള്ള സ്ത്രീ പുരുഷന്മാർ ലോകത്തുണ്ട്. അള്ളാഹുവെ അവരെയെല്ലാം നീ അനുഗ്രഹിക്കുമാറാകണം. വലയാലിൻ ആഷ്ർ, 10 ദിവസങ്ങൾ എന്ന് അള്ളാഹു പറഞ്ഞ ദിവസങ്ങൾ ആരംഭിക്കുകയാണ്. കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ എന്ന് ബുഖാരിയിലെ 969 ഹദീസ്. ഫഅക്സിറൂ ഫീഹിന്ന മിനൽ തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ വർദ്ധിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. ഇമാം അഹ്മദിന്റെ 5446 ഹദീസ്. അപ്പോൾ പൊതുവായി പറഞ്ഞ കാര്യങ്ങൾ, പ്രത്യേകമായി പറഞ്ഞ കാര്യങ്ങൾ, പുതുതായി നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട്. ജിഹാദിനേക്കാൾ വലുതാണോ ഈ ദിവസങ്ങൾ? അപ്പോൾ ഏറ്റവും നല്ല കർമ്മം ജിഹാദാണെന്ന് അവർക്കറിയാം. നമുക്ക് നാട്ടിൽ ഇപ്പോൾ നിർവഹിക്കാൻ കഴിയുന്ന ജിഹാദ് ശിർക്കിനും ബിദ്അത്തിനും എതിരെ, ലഹരിക്കും അനാചാരങ്ങൾക്കും ധൂർത്തിനും എതിരെയുള്ള ജിഹാദ്. ആ ജിഹാദ് ശക്തമാക്കണം. അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുക മാത്രമല്ല, അത് ചെയ്യാത്തവനെ പടിക്ക് പുറത്ത് നിർത്തുന്ന ധാരാളം ഉസ്താദുമാർ വീണ്ടും വീണ്ടും രംഗത്ത് ഓരോ വിഷയത്തിലും ഇല്ലാത്ത നിക്കറുകളും ഇല്ലാത്ത സംഭവങ്ങളും പറഞ്ഞ് മനുഷ്യരെ വഴിതെറ്റിക്കുകയും അല്ലെങ്കിൽ സംശയത്തിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജിഹാദ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹുവെ അനുഗ്രഹിക്കണം. കൂടുതൽ ആളുകളും അവക്കുകളും ചെയ്യാൻ, സ്വയം താല്പര്യപ്പെടാൻ, സുബഹിന് ആരും വിളിക്കാതെ സ്വയം ഉണരാൻ. റബ്ബി ഔസിനി, റബ്ബേ എനിക്ക് പ്രോത്സാഹനം തരണേ എന്ന സൂറത്തുൽ നംലിലെ ആയത്ത്, സൂറത്തുൽ അഹ്ഖാഫിലെ ആയത്ത്. സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു തീരുമാനം നമുക്കെടുക്കണം. എല്ലാം കൊണ്ടും നല്ല സന്ദർഭമാണ്. നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ കഴിയുന്ന സംവിധാനമുണ്ട്. അതുകൊണ്ട് ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് നമുക്ക് എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്യാൻ ശ്രമിക്കാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജ, ഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തു എന്ന അബൂദാവൂദിലെ 2437 ഹദീസ്. മുസ്ലിമിലെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം, ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തതായി അവർ അറിഞ്ഞിട്ടില്ല. എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും, മരണം ഉണ്ടാകും, മറ്റെന്തെങ്കിലും ഉണ്ടാകും. എന്നാലും ഈ നോമ്പ് സുന്നത്തുണ്ട്. മൊത്തത്തിൽ നല്ല അമലുകൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഈ നോമ്പുണ്ട് എന്നുമാണ് പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം. അപ്പോൾ കഴിയുന്ന പോലെ അമലുകളും ഇബാദത്തുകളും വർദ്ധിപ്പിക്കാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ശ്രമിക്കാം. അവ പുതിയ എന്തെങ്കിലും ഒരു കാര്യം, പുണ്യകർമ്മം ചെയ്യുന്നതിനെ കുറിച്ച് ഓരോരുത്തർക്കും ആലോചിക്കാം. അള്ളാഹു റസൂൽ നിശ്ചയിച്ച കർമ്മങ്ങൾ തന്നെ സാധാരണ ചെയ്യാറില്ലാത്തത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ കഴിയുവാൻ അള്ളാഹു അനുഗ്രഹിക്കണം. രോഗികൾക്കെല്ലാവർക്കും അള്ളാഹുവെ ശിഫ നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിൽ അനുഗ്രഹിക്കണം. اللهم صيبا نافعا، اللهم صيبا نافعا.
اللهم صيبا نافعا. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على خاتم النبيين والمرسلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.